സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതല്ലടാ, ഇത് മാതാവിന്റെ കാര്യം ആയതുകൊണ്ട് പറഞ്ഞു. ഓ, ഒന്ന് നിർത്ത്. മാതാവില്ലാന്ന് പറഞ്ഞിട്ടേ കള്ളൊഴിക്കുന്നുള്ളൂ. ശരി, മാതാവില്ല പോരെ, നീ ഒഴിക്ക്. അല്ല പിന്നെ ചേട്ടായി, ചേട്ടായി വലുതും കണ്ടോ? ഒരു തീ. നീ കണ്ട? കണ്ടു. വല്ല കുഴപ്പമുണ്ടോ ടോണി? നീ ഒഴി. ടോണിക്കുട്ടോ, ചേട്ടായി ഒരു പന്തികേട് മണക്കുന്നുണ്ടോടാ നിനക്ക്? മാതാവൊന്നുമില്ല. ചേട്ടായി വെള്ളം ഒഴിച്ച് ഒരെണ്ണ അടിച്ചാലേ ഈ തോന്നലൊക്കെ അങ്ങ് മാറുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ചേസ്. ചേട്ടായി, മാതാവുണ്ട്. ഓടിക്കോ ചേട്ടായി. ഞാൻ ഓടിയാ മാതാവുണ്ട്. സത്യ ചേട്ടായി, ഓടിക്കോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മാതാവേ, രക്ഷിക്കണേ. മാതാവുണ്ട്, ഞാൻ വിശ്വസിച്ചു. എന്റെ മാതാവേ, രക്ഷിക്കണേ. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. മാതാവേ, എന്നെ രക്ഷിക്കണേ. മാതാവേ, രക്ഷിക്കണേ. മാതാവേ, എന്നെ ഒന്നും ചെയ്യില്ല. മാതാവേ, അയ്യോ 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 അയ്യോ. എന്റെ മാതാവേ, മാതാവേ, എന്നെ രക്ഷിക്കും. മാതാവേ, മാതാവേ, നിർത്തി. ഇനി മേലിൽ ഞാൻ കുടിക്കില്ല. മദ്യം കൈകൊണ്ട് പോലും തൊടത്തില്ല ഞാൻ. മാതാവ് സത്യം, ഇനി ഞാൻ കള്ളു കുടിക്കില്ല. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. മാതാവുണ്ട്, മാതാവുണ്ട്. എന്നോട് ക്ഷമിക്കണേ മാതാവേ. ജോപ്പനങ്ങളെ, മാതാവുണ്ടെന്ന് എനിക്ക് ബോധ്യമായി.
മാതാവുണ്ട്. ഈ മാതാവിനാൽ കഴിയാത്തതായി ഒന്നുമില്ല. കണ്ടറിയാത്തവന് കൊണ്ടറിയിച്ചു മാതാവ്. മോള് സത്യം, മോളുടെ മാതാവ് സത്യം. ഇനി ഞാൻ മദ്യപിക്കത്തില്ല. എന്റെ മാതാവേ, ഇത് ജോപ്പന്റെ വെറും വാക്കല്ല. ഇനി ജോപ്പൻ കുടിക്കത്തില്ല. കുടി നിർത്തി. മാതാവേ, സോറി. നേരത്തെ പിണങ്ങിയതിന് എന്നോട് ക്ഷമിക്കണേ മാതാവേ. അമ്മച്ചി അറിഞ്ഞോ? എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. സന്തോഷായി, ഒരുപാട് സന്തോഷായി. നന്ദിയുണ്ട് മാതാവേ. എന്നത്തിനാ മോളെ ഇങ്ങനെ കണ്ണു മിഴിച്ച് കിടക്കുന്നത്? അമ്മച്ചി എന്നാത്തിനാ നേരത്തെ കരഞ്ഞത്? ആര് പറഞ്ഞു കരഞ്ഞൂന്ന്? അത് കണ്ണി കരട് പോയതല്ലേ. ആണോ? ഞാൻ വിചാരിച്ചു കരയാണ്. ഏയ്, മോള് കണ്ണടച്ച് കിടന്നു. ചിത്രലേഖയുടെ കാര്യം പറയാതിരുന്ന് തെറ്റായിപ്പോയി. നീ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പണ്ട് പറ്റിപ്പോയൊരബദ്ധം. അത് ഇങ്ങനൊരു വാളായിട്ട് തിരിച്ചു വരുന്ന ഞാൻ കരുതിയില്ല. നീ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു പോരെ? ഇനി എന്നതാ ലൂക്കാച്ചന് വേണ്ടത്? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല എന്നോട്. ദേഷ്യപ്പെട്ടതല്ല, ഒരു ദേഷ്യമില്ല എനിക്ക്. എനിക്കാകെ നിങ്ങളോടുള്ള വികാരം വെറുപ്പ. ഞാൻ എന്തു പറഞ്ഞ നിന്നൊന്ന് സമാധാനിപ്പിക്കേണ്ടത്? കെട്ടുകല്യാണത്തിന് മുന്നേ നിങ്ങൾ എന്നോട് പറഞ്ഞത് ലൂക്കാച്ചന്റെ ജീവിതത്തിലെ ഒരേ ഒരു പെണ്ണാണ് ഞാനെന്ന. കെട്ടുകല്യാണം കഴിഞ്ഞ് പലപ്പോഴായി പല പെണ്ണുങ്ങളുടെ പേരുകൾ തമാശയ്ക്ക് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തി. പ്രണയബന്ധങ്ങളുടെ നിര. ഭർത്താവിന്റെ പഴയ പ്രണയബന്ധങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് തരം താഴ്ന്ന പണിയായതുകൊണ്ട് ഞാനത് കേട്ട് കളഞ്ഞു. ഞാനല്ലാതെ വേറെ ഒരാള് ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഇതുപോലൊരു കിടക്കയില് എന്നോടൊപ്പം കിടക്കുന്നത് പോലെ വേറൊരുത്തിയുമായി കിടന്നു എന്നറിഞ്ഞിട്ട് അത് കേട്ട് മറക്കാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല ലൂക്കാച്ച. ഞാനും ഒരു പെണ്ണാ. മറ്റൊരു പെണ്ണിന് മുന്നില് സ്വന്തം ഭർത്താവിനെ എപ്പോഴും ഉയർത്തി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്. ഇതിപ്പോ തല കുനിച്ച് നിൽക്കുക ഞാൻ എല്ലാവരുടെയും മുമ്പില്. ഇവിടിപ്പോ നാണം കെട്ട് നിൽക്കുന്നത് ലൂക്കാച്ചനല്ല, ഞാനാ. ഏതോ ഒരുത്തിയുടെ ശരീരത്തിനുള്ള വില മാത്രമേ എന്റെ ശരീരത്തിനുള്ളൂ എന്നോർക്കുമ്പോ ലജ്ജയാ എനിക്ക്. മനഃപൂർവ്വം തന്നെ എന്റെ വിഷമത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുണ്ട്, സങ്കടത്തിൽ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. അപ്പോഴും അവര് പറഞ്ഞു നിർത്തുന്ന ഒരു വാക്കുണ്ട്, നാണക്കേടായി പോയിന്ന്. ആര് പറഞ്ഞു എന്നതിലല്ല കാര്യം. ഞാൻ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്ക് മുമ്പിൽ തൊലി ഉരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. ഈ വീട്ടിൽ ഇനി നിന്നോട് ആരും ഒന്നും പറയില്ല, പോരെ? ഇനി എല്ലാത്തിനാ പണത്തിന് വേണ്ടി വിരുന്നൊരുക്കുന്നവർക്കും എനിക്ക് ഒരേ വില കൽപ്പിച്ച് കഴിഞ്ഞു. ആദ്യം ലൂക്കാച്ചായനും ഇപ്പൊ ബാക്കിയുള്ളവരും.
അതിൽ കൂടുതൽ അംഗീകാരമൊന്നും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ കിട്ടാനില്ല ലൂക്കാച്ച. എപ്പോഴും ഓരോന്ന് പറഞ്ഞ് കരയാട്ടെ സ. എന്നാ ചെയ്യാനാ, അവളുടെ മനസ്സ് പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റൂ. ആ മനസ്സ് മാറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തോന്നില്ല. 24 മണിക്കൂർ എന്നെ കുറിച്ചുള്ള കുറ്റം അവളുടെ ചെവി പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ടെസ എങ്ങനെ മാറാനാ? നീ എന്നെയാണോ ഈ പറയുന്നേ? അല്ലാതെ പിന്നെ ആരെയാ? ഇങ്ങനെ വിഷം കുത്തിവെക്കുന്ന നേരത്ത് ഏടത്തേക്ക് പോയിട്ട് കൊന്ത ജപിച്ചൂടെ? എന്നതാടാ പ്രശ്നം? ഇച്ചായന്റെ കെട്ടിയോളുടെ കയ്യിലിരിപ്പിനെ തന്നെ പറഞ്ഞത്. മാന്യമായ ഭാഷ സംസാരിക്കും. ചോദിച്ചു നോക്ക്, കാണിക്കുന്നൊക്കെ മാന്യതയുള്ള കാര്യമാണോന്ന്. ദേ ലൂക്കാച്ച, കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ്റി കിടക്കണം, അല്ലാതെ ബാക്കിയുള്ളവരുടെ തലേ കയറാൻ വരരുത്. ലൂക്ക വീണ്ടും കള്ളുകൂടി തുടങ്ങിയെങ്കിലേ അത് സങ്കടം കാരണോ? കുടിച്ച തീരുന്ന സങ്കടം ഉള്ളെങ്കിൽ അത് കുടിച്ചങ്ങ് തീർത്താ പോരെ? എന്തിനാ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. എന്നാ തീരുമാനം ഉണ്ടാക്കേണ്ടത്? എന്റെ ഭാര്യനെ വിളിച്ചു നിർത്തി വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓ, എങ്ങനെ? അല്ല, നീ ഭാര്യ എന്ന് പറഞ്ഞത് നിന്റെ ഏത് ഭാര്യയാ നീ ഉദ്ദേശിച്ചത്? ഇവിടെയുള്ള ടെസയാണോ, അതോ ഇവിടെ വന്നുപോയ ചിത്രലേഖയാണോ, അതോ ഇനി വേറെ വല്ലവരും ആണോ? എൽസേ, ആവശ്യമില്ലാത്ത പറയണ്ട. ആവശ്യമില്ലാത്തതാണെ പറയാതിരുന്നാ പോരെ. ഉള്ള കാര്യം പറയുന്നതിൽ ഇപ്പൊ എന്നതാ കുഴപ്പം? ഇപ്പൊ ഈ പേരും പറഞ്ഞ് കുത്തിത്തിരിപ്പിന് ഇറങ്ങുന്ന എന്നാത്തിനാണെന്നേ എനിക്ക് വൃത്തിയായിട്ട് അറിയാം. ടെസ്സയുടെ മനസ്സിനുള്ളിൽ എന്നോടുള്ള വെറുപ്പ് പരമാവധി കൂട്ടണം. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. അതല്ലേ ഏടത്തിയുടെ ആഗ്രഹം? ഏട്ടത്തിയോ? ആ വിളിയൊന്നും ഇനി വേണ്ട. നേരത്തെ വിളിച്ചില്ലേ ഇച്ചായന്റെ കെട്ടിയോള്, അങ്ങനെ തന്നെ അങ്ങ് വിളിച്ചാ മതി. നീ ഇനി അതി പിടിച്ച് തൂങ്ങണ്ട. അവൻ അങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞു കരുതി. അയ്യോ, ഞാൻ ഒന്നിനും പിടിച്ച് തൂങ്ങുന്നില്ലേ. പക്ഷെ ഇവൻ പറഞ്ഞില്ലേ ടെസ്സയെ പറഞ്ഞു വിടാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന്. അതിനെനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ടെസ്സയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു നടന്നത് ആരാടാ? ഞാനാണോ? ഡിവോഴ്സ് നോട്ടീസ് കൊണ്ടുവന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു വെച്ചത് ഞാനാണോ? ഞാനാണോന്ന്? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പഴയ വിഴുപ്പ് ഇങ്ങനെ അലക്കണ്ട. പറയുമ്പോ എല്ലാം പറയണമല്ലോ. കൊന്നിട്ടായാലും ടെസ്സയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു നടന്ന് ഒരു കാലം ഇല്ലായിരുന്നോ നിനക്ക്? അതെന്റെ സൗകര്യം. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല. അങ്ങനെ സ്വന്തം സൗകര്യം നോക്കി ജീവിക്കുമ്പോ കണ്ടു നിൽക്കുന്നവർ പലതും പറഞ്ഞെന്നിരിക്കും. അതിനിങ്ങനെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യവും ഇല്ല. കുറ്റപ്പെടുത്താം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയുകയും ചെയ്യാം. ഓ, തെറ്റ് ചെയ്തവനാണെങ്കിൽ പിന്നെ പറയുന്ന എന്തിനാ? ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ആ ചിത്രലേഖയുടെ മുഖത്ത് നോക്കി പറയാത്തതെന്താ ഇറങ്ങി പൊടിയെന്ന്? സമ്മതിച്ചു, ഞാൻ തെറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവരും ഡീസന്റ് ആയിരിക്കണം. എനിക്ക് എന്നതാടാ ഒരു കുഴപ്പം? നിനക്കൊന്ന് നിർത്താവോ? അങ്ങനെ നിർത്തുന്നില്ല ഞാനിപ്പോ. ഈ വീട്ടിലെ മരുമോളായി, ഈ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയതിന്റെ മുന്നെയോ പിന്നെയോ എൽസയുടെ ഒരു വഴിവിട്ട ജീവിതം പറയാമോ നിനക്ക്? എന്റെ പെങ്ങടെ മോള് ഏഞ്ചലിനെ കൊല്ലാൻ വേണ്ടി ആലോചിച്ചില്ലെടുത്തി. ഏഞ്ചലിന് അർഹിക്കുന്ന സ്വത്ത് കൊടുക്കേണ്ടി വരുമെന്നായപ്പോഴല്ലേ അവളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചത്. എന്നാത്തിനാ ലൂക്കാച്ച ഇങ്ങനെ നട്ടാ കുടിക്കാത്ത നുണ പറയുന്നേ? നോണയാ. അപ്പച്ചൻ ആശുപത്രി കിടക്കുന്ന തക്കം നോക്കി ജോൺസന്റെ കൂടെ ഏഞ്ചലിനെ ഇവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് ഏടത്തിയല്ലേ? ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നിനക്ക് പറയണമെങ്കിലേ ഇതൊക്കെ അന്ന് നിനക്ക് മനസ്സിൽ തോന്നിയ ഐഡിയ ആയിരിക്കും. സത്യം പറയുമ്പോ അതൊക്കെ എന്റെ ചുമലിൽ കൊണ്ടുവച്ച് തരണ്ട. ചിരിച്ചും കളിച്ചു നിന്ന് ചതിക്കുന്നതാ ഏടത്തിയുടെ സ്വഭാവം. പിന്നെ ഞാൻ ചതിയാണല്ലോ എല്ലാരോടും ചെയ്തത്. ഞാൻ ചെയ്ത ചതിയുടെ പേരിലാണല്ലോ കുടുംബത്തിലെ പെണ്ണുങ്ങൾ കയറി ഇറങ്ങുന്നത്. ചിത്രലേഖയുടെ കാര്യവും പൊക്കിപ്പിടിച്ചോണ്ട് നടന്ന് കുടുംബം കലക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നതാ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. നീ എന്നെ എന്നാ ചെയ്യൂടാ ഇച്ചായ? ഇവ പറഞ്ഞത് കേട്ടില്ലേ? അമ്പനാടൻ വീട്ടിലേക്ക് വന്നു കയറിയവരൊക്കെ ആ സ്ഥാനത്ത് നിന്നാ മതി. കേറി അങ്ങ് വിളയാടിക്കളയാന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മുളയിലെന്നുള്ളവൻ എനിക്കറിയാം. മര്യാദക്കെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ ലൂക്കയുടെ തനിക്കുണ ഇടത്തി കാണും.
സങ്കടം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഒരു സമയത്ത് നിന്റെ കുത്തിത്തിരിപ്പുകൾക്ക് മുഴുവൻ അവൻ കൂട്ടുനിന്നു. ലൂക്കാച്ചന്റെ കള്ളുകൂടിയൻ താന്നതിന് തരത്തെയും നീ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ അവനിട്ട് നീ പണിയാൻ തുടങ്ങിയപ്പോ അവൻ പ്രതികരിച്ചു. സ്വാഭാവികം. സങ്കടപ്പെട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ കരയുകയാണെന്ന് ഇച്ചായനോട് ആരാ പറഞ്ഞത്? അവൻ പറഞ്ഞതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷേ അവൻ എന്റെ നേർക്ക് ചാടി കയറിയപ്പോ ഇച്ചായ കയ്യും കെട്ടി നോക്കി നിന്നില്ലേ? അതിലാ എനിക്ക് സങ്കടം. ഞാനൊരക്ഷരം മിണ്ടാതിരുന്നത് നീ വിതച്ചത് നീ തന്നെ കൊയ്യട്ടെ എന്ന് കരുതി തന്നെയാണ്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. തൽക്കാലം അത് നമ്മൾ ജയിപ്പിക്കും. പക്ഷേ പാപങ്ങൾ ബൂമറാങ്ങാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് ഒരിക്കലും അത് സ്വന്തം നേർക്ക് തന്നെ വരും. എനിക്കെതിരെ തിരിയാനാണ് തീരുമാനമെങ്കിൽ അത് ലൂക്കയുടെ കഷ്ടകാലത്തിനാ. എൽസയെ എന്നോളം നന്നായിട്ട് അറിയാവുന്ന ഒരാള് വേറെ ഉണ്ടാവില്ല. ഇനിയിപ്പോ ലൂക്കാച്ചൻ നിന്റെ കൂടെ നിന്നാ പോലും തക്കം കിട്ടിയ നീ അവനിട്ട് പണിയൊന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വല്ലതുമൊക്കെ പറഞ്ഞ ടെസയെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ അവളുടെ മനസ്സിൽ തീ കോരിയിട്ട് കൊടുത്തു. ഞാൻ എന്നാ ചെയ്തെന്ന ഇച്ചായ നീ പറയുന്നേ? അതിന് ഇച്ചായ വല്ലതും കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി അല്ല. തമ്മിലടുപ്പിച്ച് രക്തം കുടിച്ച് രസിക്കുന്ന കുറുക്കന്റെ ബുദ്ധി കാണിക്കില്ല എൽസെ നീ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതിന് കുറുക്കന്റെ ബുദ്ധിന്നൊന്നും പറയണ്ട. ഇത്രയും അറിഞ്ഞത് ഞാനായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ പോലും നിക്കത്തില്ലായിരുന്നു. ടെസ ആയതുകൊണ്ട് സഹിച്ചു. നാഴികയ്ക്ക് 40 വട്ടം അമ്പനാടൻ വീടിന്റെ മഹത്വം വിളിച്ച് കൂന്നുണ്ടല്ലോ. ഈ പോയ വഴിക്കൊക്കെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതാണോ ഈ കുടുംബത്തിന്റെ അന്തസ്? എൽസെ മതി, നിർത്ത്. എന്നാ പറ്റി? പറഞ്ഞപ്പോ സ്വയം നാണം തോന്നുന്നുണ്ടോ? സ്വന്തം അനിയൻ കാണിച്ച താന്തോന്നിത്തരം കെട്ടിയ പെണ്ണ് ക്ഷമിക്കണം. എല്ലാം മറന്ന് കൂടെ താമസിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ടെസയാണ് ഇതുപോലൊരു തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാലോ ഇച്ചായ ലൂക്കോയോട് പറയോ അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേരേന്ന്? ഞാനൊരു തെറ്റ് ചെയ്താ ഇച്ചായ ക്ഷമിക്കോ? അവനൊരു തെറ്റ് പറ്റിപ്പോയി. പറ്റിപ്പോയിന്നൊന്നും പറഞ്ഞ് പക്ഷം പിടിക്കല്ലേ ഇച്ചായ. ഇത് ഒരെണ്ണമൊന്നും അല്ല. ചിത്രലേഖ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായിട്ട് അവളത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്നാ വേണ്ടത്? അവര് തമ്മിൽ തല്ലി പിരിയണോ? ഇനിയിപ്പോ എന്നതാ പിരിയാനുള്ളത്? ടെസയുടെ മനസ്സില് ലൂക്കയോടുള്ള വെറുപ്പ് അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് മാറത്തില്ല. ആ പിന്നെ വേറൊരു കാര്യം, ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞ് അവനിപ്പോ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുക. അതവന്റെ കഷ്ടകാലത്തിനാ. എന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയും ലൂക്ക. പറയിപ്പിക്കുന്നു. ഇസമോളെ, ഇസമോളെ, കൊച്ചിതെവിടെ പോയി? മോളെ, ഇസമോളെ, 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 ഇസമോളെ. എന്നെ പണിയ മോളെ നീ കാണിക്കുന്നത്? നീ എണീറ്റ് വന്നേ, വന്ന് കിടന്നുറങ്ങ്. ഞാൻ എങ്ങും വരുന്നില്ല. വരുന്നില്ലേ? പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? വന്നിട്ട് എന്നാ ചെയ്യാനാ? നാളെ മോളിയാന്റിയുടെ കൂടെ പോകുന്നത് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങാനോ? അമ്മച്ചിയും പപ്പയും എല്ലാവരും സമ്മതിച്ചല്ലോ എന്നെ കൊണ്ടുപോക്കോളാൻ. എടി, അത് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ? എന്നെ കൊണ്ടുപോകുന്ന കാര്യം വന്നപ്പോ മാത്രം അമ്മച്ചിക്ക് വേറെ ഒരു വഴിയില്ല.
വേറെ വല്ല കാര്യത്തിനായിരുന്നെങ്കിൽ 100 വഴി പറഞ്ഞു തന്നേനെ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുണ്ട്. ആ, അതുകൊണ്ട് തന്നെയാ അമ്മച്ചി ഒരു വഴി ആലോചിക്കാത്തത്. എടി മോളെ, ഞാൻ ഒന്നും ആലോചിച്ചു വെച്ചിട്ടില്ലാന്ന് ആരാ നിന്നോട് പറഞ്ഞു? നിന്നെ ഇപ്പോ ഇവിടുന്ന് കൊണ്ടുപോയിന്ന് തന്നെ വെച്ചോ. അമ്മച്ചി ഇവിടെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അടങ്ങിയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. തുള്ളിച്ചാടും ഞാൻ പോയ സന്തോഷത്തില്. എടി, നീ പോയാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? നീ നോക്കിക്കോ, നീ ഈ വീടിന്റെ പടി ഇറങ്ങുന്ന നിമിഷം മുതല് ഞാൻ നിരാഹാര സമരം തുടങ്ങാൻ പോവാ. എന്റെ മോളെ തിരിച്ചു കിട്ടാതെ ആഹാരം ഇറക്കത്തില്ല എന്നും പറഞ്ഞ് പട്ടിണി കിടക്കും ഞാൻ. ഈ തടിയെങ്കിലും കുറയൂന്നേ പപ്പ പറയൂ. ഞാനേ പട്ടിണി കിടക്കുക മാത്രമല്ല, പിന്നെ ഈ അടുക്കള പുകയത്തില്ല. പാചകം ഞാനങ്ങ് നിർത്തും. കോഴി പൊരിച്ചതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പപ്പയും ഏഞ്ചലും കെവിനും വയറ് നിറച്ച് കഴിക്കും. ഞാൻ പട്ടിണി കിടന്ന് ചാവും. നടക്കാത്ത കാര്യമൊന്നും പറയല്ലേ അമ്മച്ചി. എടി മോളെ, ഒരു ദിവസത്തേക്കെങ്കിലും നീ കൂടെ ചെന്നില്ലെങ്കിലേ മോളിയാന്റി പോകത്തില്ല. എങ്കിൽ പിന്നെ മോളിയാന്റിയും അപ്പച്ചനും ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. ഞാൻ കൂടെ ചെല്ലൂന്ന് കരുതി മോളിയാന്റി രാവിലെ ഉടുത്തൊരുങ്ങി നിന്നാ അത് വെറുതെ ആവത്തേ ഉള്ളൂ.